ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ബാക്ക് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇഞ്ചി വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അച്ചാർ നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇഞ്ചി കറിയല്ല, ഇഞ്ചി അച്ചാർ. നമുക്ക് വീഡിയോ കാണാം. ഈ അച്ചാറിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ഇഞ്ചി ഏകദേശം ഒരു ഇഞ്ച് നീളത്തിൽ ചതുരത്തിൽ അരിഞ്ഞത് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയാണ് അരിയുന്നത്. അരിഞ്ഞിട്ട് ഇത് വീണ്ടും വെള്ളത്തിലിടണം. ഏകദേശം ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിടണം. അതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ ഒലച്ച് കഴുകണം നല്ലപോലെ. കാരണം ഇതിൻ്റെ കട്ടൊന്ന് കുറേയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ചീനിച്ചട്ടിയിൽ എണ്ണയിലിടണം. ചീനിച്ചട്ടി ചൂടാകുമ്പം നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണയിൽ ഈ ഇഞ്ചി വറുത്ത് കോരണം. ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഇഞ്ചി ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരാം. നല്ലതുപോലെ മൂക്കണം കേട്ടോ. നല്ലപോലെ വറുത്ത് നല്ലതുപോലെ മൂത്ത് വരണം. എന്താണ്ട് ഈ ഇഞ്ചി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? പിന്നെ ഈ ഇഞ്ചി ഒരുപോലെ മൂക്കാത്തത്, ഇതിന് ഇഞ്ചിയുടെ ഷേപ്പ് അറിയാമല്ലോ. അപ്പം ഒരേ അളവിലൊന്നും നമുക്ക് മുറിച്ചെടുക്കാൻ അത്ര ഈസിയല്ല. അല്ലെങ്കിൽ പിന്നെ വലുതെല്ലാം എടുത്തിട്ട് ചെറുതെല്ലാം മാറ്റിക്കളയണം. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇത് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇഞ്ചിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതും നല്ലതുപോലെ മൂപ്പിച്ച് കോരണം. അത് ഞാൻ കീറി ഇട്ടിട്ടൊന്നുമില്ല. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അല്ലിയാണ്. അതുകൊണ്ട് നമ്മൾ അത് കീറിയൊന്നും ഇട്ടിട്ടില്ല. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ അതൊന്ന് 2-3 കഷ്ണമായിട്ട് അല്ലെങ്കിൽ ഒന്ന് കീറി എടുത്തേക്കണം. മുറിക്കുമല്ല, നീളത്തിൽ കീറിയാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് മൂപ്പിച്ചതിന് ശേഷം വരാം. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കാം. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് വറുത്ത് കോരുമ്പോൾ സൂക്ഷിക്കണം, ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ പച്ചമുളകും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില ഇടുകയാണ്. പക്ഷേ അത് ഞാനിപ്പോൾ ഇടുന്നില്ല, അത് മൂപ്പിച്ച് കോരേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അത് ഞാൻ കടുക് വറുക്കുമ്പോൾ ഇടാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. ഞാൻ മറ്റൊരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം, ഇതിനകത്ത് തന്നെ ഒഴിക്കാം. കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം ഈ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി സൈഡിലോട്ട് ഇട്ട് പെട്ടെന്ന് ചിലപ്പോൾ മൂത്ത് പോവുകയൊക്കെ ചെയ്ത് കളയും. അതുകൊണ്ട് നല്ലപോലെ തിളച്ച എണ്ണ ആയതുകൊണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഞങ്ങൾ 2 സെറ്റും കൂടെ ഒന്നിച്ച് ചേർത്താണ് പൊടിക്കുന്നത്. ചില സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊടിക്കാറുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. പച്ച മണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു. പിന്നെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇടണം. ഇത് അവസാനം ഇട്ടാലും മതി.
ഇത് കുറച്ച് ദിവസം ഇരിക്കാൻ കുറച്ച് താമസമുണ്ട് ഇതാകാനേ. അച്ചാറായി കിട്ടാൻ ഇത്തിരി താമസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചായ ഒന്ന് മൂപ്പിച്ചിടാമെന്ന് വെച്ചത്. ചീത്തയാക്കിയിട്ടില്ല അതുകൊണ്ട്. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി വറുത്തത്, പിന്നെ വെളുത്തുള്ളി വറുത്തത്, അതുപോലെ പച്ചമുളക് വറുത്തത്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ഇത് അച്ചാറായിട്ടുണ്ട്. ഞാൻ ഈ അച്ചാർ ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം, ഇഞ്ചി ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വെന്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ വണ്ടി പോയതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോ പോസാക്കി വെച്ചായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിനകത്ത് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള അച്ചാറായതുകൊണ്ട് വിനാഗിരി ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് പിന്നെ നമ്മുടെ ശർക്കരയൊക്കെ ചേർക്കാറുണ്ട്, അല്പം മധുരത്തിന് വേണ്ടി. പക്ഷെ അത് എനിക്ക് ആ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ എടുക്കുന്ന അച്ചാറിനും ചിലരൊക്കെ ഇടാറുണ്ട്. പുളിയിഞ്ചിക്കകത്ത് ശർക്കരയും പുളിയിഞ്ചിയാണല്ലോ കൂടുതലും ചേർന്നത്. അതിനകത്തൊക്കെ മധുരം ഇടാറുണ്ട്. ഇതിനകത്ത് മധുരം ഇടാറില്ല. ഇതെനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. ഞാൻ ആദ്യം കഴിക്കുന്നത് മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇഞ്ചിയില്ലേ, ആ ഇഞ്ചിയാണ്. അതിൻ്റെ അച്ചാറാണ് ഞാൻ ആദ്യം കഴിക്കുന്നത്. അതിനുശേഷമാണ് ഇത് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ റെസിപ്പി കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല അച്ചാറിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.